പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ദൈവവചനത്തിലൂടെയും ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുള്ള ആരാധനയുടെ സമയത്ത് നമ്മുടെ കരങ്ങളെ അല്പം നീട്ടിപ്പിടിക്കാൻ സാധിക്കുമെങ്കിൽ, എന്നിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളൊക്കെ ദൈവമാണ് നമുക്ക് ഒരുക്കി തന്നത്. ഈ വചനങ്ങൾ നമുക്ക് കേൾക്കുവാൻ ദൈവം നമുക്കൊരവസരം നൽകി. ഈ വചനത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകി. നമുക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കാൻ ദൈവം ഒരു അവസരം നൽകി. ആ പ്രാർത്ഥനാ നിയോഗം എഴുതിയതിലൂടെ അനേകർ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട്. നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല ദൈവം. ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു നിമിഷം നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ലഭിക്കുന്ന വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. യേശുവേ, സ്തുതിക്കുന്നു. യേശുവേ, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം: കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് ഞാൻ പറയും. അപ്പോൾ പറയേണ്ട കാര്യമാണ് ഇപ്പോൾ പാടിയത്. കർത്താവിനോട് നമ്മൾ പറയണം, നീ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് ഞാൻ ദൈവത്തോട് തന്നെ പറയും. അപ്പം അതിലൂടെ കിട്ടുന്ന അനുഗ്രഹമാണ് താഴെയുള്ളത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ പാടിയ പാട്ട് ഒരു വലിയ പ്രാർത്ഥനയാണ്. സങ്കീർത്തകൻ പറയുവാണ്. ആരോടാ പറയുന്നത്? കൂടെയുള്ളവരോട് പറഞ്ഞ കാര്യമല്ല, ഗുരുക്കന്മാരോട് പറഞ്ഞതല്ല, കൂടെ നിൽക്കുന്നവർ ശുശ്രൂഷകരോട് പറഞ്ഞതല്ല. ഒരു ഭക്തൻ, സങ്കീർത്തകൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ദൈവത്തോട് പറയുവാണ്, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്, നീയാണ് ഞാൻ ആശ്രയിക്കുന്ന ദൈവം. അങ്ങനെ പറയുന്ന ഒരു പ്രാർത്ഥനയെ ഓർത്ത് നോക്കിക്കേ. ഒന്ന് പറഞ്ഞേ, മനസ്സിൽ ഈശോയെ നോക്കി, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞേ, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്, നീയാണ് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. ഒന്ന് മനസ്സിൽ പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് പറഞ്ഞേ. യേശുവിലേക്ക് നോക്കിയിട്ട്, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്. എന്താ കോട്ടയെന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരാൾ എറിഞ്ഞാൽ പോലും നമുക്കിട്ട് കൊള്ളാതെ അത് ആ കോട്ടയുടെ പുറം ഭാഗത്ത് കൊണ്ട് താഴെ വീഴും. ദൈവത്തോട് സങ്കീർത്തകൻ പറയുവാണ്, നീ എൻ്റെ കോട്ടയാണ്, ആ സംരക്ഷണത്തിൻ്റെ തണലിലാണ് ഞാൻ ഉള്ളത്, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്, മാത്രമല്ല നീയാണ് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. ഇങ്ങനെ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ് ഒന്നും കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാരനോട് ചേർന്ന് ഒന്ന് പാടി നോക്കിക്കേ. പാട്ട് പാടാൻ അറിയില്ല എന്ന് തോന്നിയാലും ഈ പാട്ട് പാട്ടായിട്ടല്ല, ഒരു സങ്കീർത്തകൻ 91-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് പാടിയത്. ഒന്ന് ചേർന്ന് നമുക്കും ആ സാഹചര്യത്തിലൊന്ന് പ്രാർത്ഥിക്കാം. നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ്റെ ദൈവം,
നീ എന്റെ ഒന്നും കൂടെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിച്ചൊന്ന് പറഞ്ഞ് ദൈവത്തിൽ നമ്മുടെ ആശ്രയം വെച്ച് പറഞ്ഞ്, നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ, നീ എന്റെ ദൈവം. നീ എന്റെ അതുകൊണ്ട് പറയാണ്, അതുകൊണ്ട് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സ്നേഹിച്ചിടും ഞാൻ സർവവുമാ. സമർപ്പിച്ചുകൊണ്ട് പാടാം. അടിയനിതാ, നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അടിയനിതാ ദേവാ, എല്ലാവരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം നൽകി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ആരാധിക്കുന്നു. നീ എന്റെ സങ്കേതമാണ്, നീ എന്റെ കോട്ടയാണ്, നീ എന്റെ ദൈവമാണ്. സമർപ്പിക്കുന്നു. അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നല്ല ആത്മീയമായൊരു അനുഭവത്തിലാണ് ദൈവം നമ്മളെ സ്പർശിക്കുന്ന ഒരനുഭവത്തിലൂടെയാണ് ഇപ്പോൾ ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. ഇന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടൊരു വാക്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിലെ വാക്യം 12-ാം അധ്യായം. ആ വാക്യം ഇങ്ങനെയാണ്: പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യമായി തോന്നും. ആർക്കും വേണ്ടാത്ത കല്ല് മൂലക്കല്ലായി മാറുന്നു. ഒരുപാട് പേരുടെ അനുഭവമാണിത്. ഒത്തിരി പേരുടെ അനുഭവം ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപക്ഷെ 1-2 അനുഭവമെങ്കിലും നിങ്ങൾ കേട്ട് കാണും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറും. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയാമോ? ഈ വചനം ഒരുപാട് പേരുടെ ആന്തരിക സൗഖ്യത്തിന് കാരണമാകുന്ന ഒരു വചനമാണ്. ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്ന് എഴുതിയിട്ടുള്ളത്. എന്താ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? നാട്ടുകാരുപേക്ഷിച്ചു, കൂടെയുള്ളവർ ഉപേക്ഷിച്ചു, ഒപ്പം നിന്നവർ ഉപേക്ഷിച്ചു, പലരും തള്ളിക്കളഞ്ഞു. ഈ വാക്യം വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനെ ദൈവം തെരഞ്ഞെടുക്കും. അതൊരു പ്രത്യേകതയാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു വാക്കാണ്. മനുഷ്യൻ റിജക്റ്റ് ചെയ്തതിനെ ദൈവം സെലക്ട് ചെയ്യും. മനുഷ്യൻ തള്ളിയതിനെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും. പ്രധാനപ്പെട്ട എന്താ മൂലക്കല്ലെന്ന് പറഞ്ഞാൽ? അത് സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. അതാണ് ശ്രദ്ധാകേന്ദ്രം. അതുപോലാക്കി മാറ്റും. ഇത് ഈ വചനം എഴുതിയിട്ടുള്ളത് യേശുവിനെ കുറിച്ചാണ്. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശു ജനിക്കുന്ന സമയം വരെ, ആ ജനിച്ച സമയത്ത് സത്രത്തിന്റെ വാതിലൊക്കെ ആൾക്കാരങ്ങ് അടച്ചു. യൗസപിതാവും മറിയവും പല വാതിലുകളും ചെന്ന് മുട്ടി. ആരും ഒരു സത്രം സൂക്ഷിപ്പുകാർ സമ്മതിച്ചില്ല. ഇവിടെ പറ്റിയില്ലെന്ന് പറഞ്ഞു. എല്ലാ വാതിലുകളും ജീവിതത്തിന്റെ മുമ്പിൽ അടഞ്ഞ നിമിഷത്തിലാണ് കാലിത്തൊഴുത്തിൽ, പുൽത്തൊഴുത്തിൽ യേശുക്രിസ്തുവിന് ജന്മമുണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ യേശു അനുഭവിച്ച ഒരു അനുഭവമാണ് തള്ളിക്കളഞ്ഞ, നമ്മുടെ മുമ്പിൽ അവരുടെ വാതിലടഞ്ഞ അനുഭവം. എന്നെ ഈ ആരാധനയിൽ ശ്രദ്ധിക്കുന്ന, യേശോയെ ആരാധിക്കുന്ന ഈ സമയത്ത് ഒരുപാട് പേരുടെ മനസ്സിൻ്റെ വിങ്ങലാണിത്. മനസ്സിൻ്റെ ഉണങ്ങാത്ത മുറിവാണത്. പലരും ഇന്ന് അടച്ചിട്ട റൂമുകളിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയാനുള്ള കാരണമാണിത്. പലരെയും ഉപേക്ഷിച്ചു,
പലരുടെ മുമ്പിലും പ്രതീക്ഷിച്ച് ചെന്ന പലരുടെയും വാതിലുകൾ അങ്ങ് അടച്ചു, കൊട്ടി അടച്ചു. സത്രം എന്താണെന്നറിയാമോ? അവിടെ ആർക്കും സ്ഥലമുണ്ട്, അവിടെ ആർക്കും കയറാം, അത് ആരുടെ സ്വന്തമല്ല. അവിടെ ഒരു സത്രം സൂക്ഷിപ്പുകാരുണ്ടാവും. പക്ഷേ ഇവിടെ യോസേപ്പ് പിതാവും മറിയവും വന്നപ്പം ആരും ആ വാതിൽ തുറന്നില്ല, എല്ലാം അടച്ചു, ഒഴിവാക്കി വിട്ടു, ഉപേക്ഷിച്ച് കളഞ്ഞു. ആർക്കും വേണ്ടാത്ത കല്ലായിരുന്നു. പക്ഷെ അത് സഭയുടെ വിശ്വാസത്തിന്റെ മൂലക്കല്ലായി മാറിയില്ലേ? ആർക്കും വേണ്ടാതെ നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും വാതിലടച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങളെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും. ചില തള്ളപ്പെടുന്ന അനുഭവങ്ങൾ ദൈവം സെലക്ട് ചെയ്യുന്ന മറ്റൊരു അനുഭവത്തിലേക്ക് കയറും. വീണ്ടും യേശു ജനിച്ചപ്പോൾ രാജാവും രാജ്യവും എതിരായി മാറി. ഉടനെ പറയുന്നു, ഇത്ര വയസ്സ് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ പോകുന്നു. ഉടനെ സ്വപ്നത്തിൽ ദർശനമുണ്ടാകുന്നു. കുഞ്ഞിനെയും കൊണ്ട് മറിയത്തെയും കൂട്ടി അടുത്ത സ്ഥലത്തേക്ക് ഉടനെ പലായനം ചെയ്യുക. ഉടനെ ആ ജനിച്ച സ്ഥലത്ത് ജീവിക്കാൻ അവസരമില്ല. അവിടെയും ഓടേണ്ട അവസ്ഥ. അവിടുന്ന് ഓടുന്നു. നമ്മളൊക്കെ ജനിച്ച് എത്രയോ നാൾ കഴിഞ്ഞതിന് ശേഷമാ ഇങ്ങനെ തള്ളപ്പെടുന്ന അനുഭവവും ഒഴിവാക്കുന്ന അനുഭവമൊക്കെ ഉണ്ടായത്. യേശു ജനിച്ച സമയത്ത് ഈ അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇനി യേശു 10-30 വയസ്സ് വരെ ജീവിച്ച് 10-12 ശിഷ്യന്മാരെ ആ 30ാമത്തെ വയസ്സിൽ ശേഷം കൂട്ടിച്ചേർത്ത് ഒരു കുടുംബം പോലെ കൊണ്ടു നടന്ന് കൂടെ നിന്നവർ പോലും ഒറ്റിക്കൊടുത്തു. കൂടെ നിന്നവർ ചിലര് വഞ്ചിച്ചു, ചിലര് തള്ളിപ്പറഞ്ഞു. അതിൻ്റെയൊക്കെ വേദന ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലുതായിരുന്നു. യേശു ഒന്നും വേണ്ട, യേശു പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്തു വീഴുന്ന അത്രയും ഹൃദയവത അനുഭവിക്കുന്ന സമയത്ത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒപ്പം കൂട്ടിയ പലരും സുഖമായി കിടന്ന് ഉറങ്ങുന്നു, ക്ഷീണമായിട്ടിരിക്കുന്നു. യേശു ചോദിച്ചു, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നൊരു വേദനയോടെയാണ്. അവിടെയെല്ലാം സ്നേഹമില്ലാത്തപ്പോഴാണല്ലോ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവുക ഒരാളിൽ നിന്ന്. പ്രിയ, സ്നേഹമുള്ള ഒരാൾ ഒപ്പം നിൽക്കത്തില്ലേ? അപ്പോൾ യേശുവിന് മനസ്സിലായി, ഒപ്പമുള്ളവർ പോലും പലതരത്തിലും ഒഴിവാക്കുന്നു, തള്ളുന്നു. പക്ഷേ ബൈബിൾ പറയുന്നു, ആർക്കും വേണ്ടാത്ത ഈ കല്ലിനെ സ്വർഗത്തിലെ ദൈവം മൂലക്കല്ലാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, നിങ്ങളും എവിടെയെങ്കിലും ഒക്കെ ഒഴിവാക്കപ്പെടുന്നതോ തള്ളപ്പെട്ടു പോകുന്നതോ വീട്ടുകാർക്ക് വേണ്ട, അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, അയൽക്കാർക്ക് വേണ്ട, പള്ളിക്കാർക്ക് വേണ്ട, ആർക്കും വേണ്ട. ആർക്കും വേണ്ടാത്ത ഈ ജീവിതം എന്തിനാ എനിക്ക് തന്നത് എന്ന് ചിന്തിക്കും. ആർക്കും വേണ്ടാത്ത നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. മനുഷ്യൻ നിന്നെ തള്ളുമ്പോൾ ദൈവം നിന്നെ സെലക്ട് ചെയ്യും. അങ്ങനെ ഒരു ശുശ്രൂഷയുടെ ഭാഗത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് ഞാൻ ദർശനത്തിൽ കണ്ട കാര്യങ്ങളല്ല, ദൈവവചനത്തിലെ കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കാമോ? ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ്, ഈ പറഞ്ഞതുപോലൊക്കെ തന്നെ അനുഭവം എനിക്കുണ്ട്. ദൈവത്തോട് നിങ്ങൾ പറ, നിങ്ങൾ ഈ ആരാധനയിൽ സമർപ്പിക്ക്. ഇതുപോലെ ഒരുപാട് അനുഭവം ഈ പ്രായം വരെ ജീവിച്ച് എനിക്കുണ്ട് കർത്താവേ. എൻ്റെ മനസ്സ് ഒത്തിരി മുറിവ്, ഉണങ്ങാത്ത മുറിവും ചുമന്ന് നടക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. എന്താണ് ഈ ഉണങ്ങാത്ത മുറിവുണ്ട അവസ്ഥ അറിയാമോ? പെട്ടെന്ന് ഡൗൺ ആകും, പെട്ടെന്ന് ഡെസ്പാകും, പെട്ടെന്ന് നിരാശ വരും, പെട്ടെന്ന് കരയും. എന്നൊക്കെ മനസ്സിൻ്റെ ചില മുറിവുകളാണ്. നമുക്ക് ആ മുറിവുകളെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുത്ത് ഒരു നിമിഷം നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ആർക്കും വേണ്ടാത്ത കല്ല് മൂലക്കല്ലായി മാറി. അത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാ. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യമായി തോന്നും, അത്ഭുതമായി തോന്നും. അങ്ങനെയെങ്കിൽ ജീവിതത്തെ എല്ലാ തള്ളപ്പെട്ട അനുഭവങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ, നമ്മുടെ മുമ്പിൽ വാതിലടച്ച അനുഭവങ്ങൾ, എഴുതി തള്ളിയ അനുഭവങ്ങൾ, നമ്മളെ ശപിച്ച നിമിഷങ്ങൾ, നമ്മളെ പലരും വിധിച്ച സമയങ്ങൾ, അതെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിക്കുന്നു. എല്ലാ തോൽവികൾക്കും നന്ദി, എല്ലാ പരാജയങ്ങൾക്കും നന്ദി, എല്ലാ സങ്കടങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവേ, അതൊക്കെ ആർക്കും വേണ്ടാത്ത ഈ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റാനായിരുന്നു എന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ
നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ അനുഭവങ്ങളെ ഓർത്ത് നന്ദി, എല്ലാ അനുഭവങ്ങളെ ഓർത്ത് നന്ദി, എല്ലാ അനുഭവങ്ങളെ ഓർത്ത് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.